ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സിദ്ധാർത്ഥനും ദേവികയും കൂടി CMനെ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് മുൻപായിട്ട് മിനിസ്റ്റർ രാധാകൃഷ്ണനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. നന്ദൻ്റെ തിരോധാനത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ആ രാധാകൃഷ്ണൻ മിനിസ്റ്റർക്കാണെങ്കിൽ മുമ്പ് തന്നെ ദേവികയെ തീർത്തും ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വളരെയധികം മോശമായിട്ടാണ് ദേവികയോടും സിദ്ധാർത്ഥനോടും സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് നാട്ടിൽ ചർച്ചാ വിഷയമെന്നും ഇവിടെ ഒരു MLA ഉണ്ട്, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ സമയമുള്ളൂ, അല്ലാതെ നാട്ടിലെ കാര്യങ്ങൾ നോക്കാനൊന്നും സമയമില്ല. സിദ്ധാർത്ഥൻ്റെ മരുമകളായിട്ടുള്ള ഈ MLAക്ക് എങ്ങനെയാണ് നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയധികം പരുഷമായിട്ട് അവരോട് സംസാരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട്. അയാൾക്ക് ഉരുളയ്ക്ക് പേര് പോലെ നല്ല മറുപടി തന്നെ സിദ്ധുവും കൊടുത്തു വിടുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ CMനെ കാണാനുള്ള ഒരു സഹായമൊന്നും അയാളുടെ ഭാഗത്ത് നിന്ന് കിട്ടില്ല എന്ന് തന്നെ അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ വളരെയധികം നിരാശരായിട്ടാണ് സിദ്ധാർത്ഥനും ദേവികയും മടങ്ങിയെത്തുന്നത്. ഇതേസമയം പ്രഭാവതിയാണെങ്കിൽ നന്ദനെ കാണാത്തതിൻ്റെ ഒരു വിഷമത്തിൽ അറ്റകൈ പ്രയോഗത്തിന് ഒരുങ്ങാണ്. കാര്യങ്ങളെല്ലാം ഒരു പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയാൻ തന്നെ പ്രഭാവതി തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താണെന്ന് അവർ തന്നെ തുറന്നു പറയും. ഈ ഒരു കാര്യത്തിൽ താൻ ജയിലിൽ പോയാലും വേണ്ടില്ല, തനിക്ക് നന്ദനെ രക്ഷിക്കണം എന്നുള്ളൊരു വാശിയിലാണ് പ്രഭാവതി. കാരണം നന്ദൻ ഋഷിയെ കൊന്നു എന്ന് കരുതിയാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. ഒരു കണക്കിന് പ്രഭാവതി ചെയ്യാൻ പോകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അവരാ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ മാത്രമേ ഋഷി ഇനി പുറത്തിറങ്ങിയാലും ആളുകൾ തന്നെ അവരെ കൈകാര്യം ചെയ്യൂ. മാത്രമല്ല ഋഷിയെ ജനങ്ങൾ തന്നെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്യും, ഇങ്ങനൊരു വിശ്വാസവഞ്ചന ചെയ്തതിന്റെ കുറ്റത്തിന്. ഇതിനിടയിൽ ആരെങ്കിലും ഋഷിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം പുറത്തു വരികയും ചെയ്യും. പക്ഷേ സിദ്ധാർത്ഥനും ദേവികയ്ക്കാണെങ്കിൽ പ്രഭാവതിയുടെ ഈ തീരുമാനത്തിനോട് യോജിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതുവരെ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചു എന്ന് പുറത്തിറങ്ങിയാൽ എല്ലാവരും കൂട്ടത്തോടെ ജയിലിൽ പോകേണ്ടി വരും. മാത്രമല്ല ഇപ്പോൾ നന്ദനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ആരായാലും അവരും ഈ വാർത്ത കാണാനിടയാകും. അത് നന്ദന്റെ ജീവന് തന്നെ ആപത്താകും എന്നെല്ലാം അവർ പ്രഭാവതിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രഭാവതി അതൊന്നും കേട്ടിട്ട് അടങ്ങുന്നില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് വയ്യ, ഇതൊരു ചടങ്ങ് നടത്തുന്നത് പോലെയാണ് നിങ്ങളുടെ കാര്യം. എൻ്റെ മകനെയാണ് കാണാതായിരിക്കുന്നത്, എനിക്കിവിടെ സമാധാനത്തോടെ അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ പ്രഭാവതി. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടേ പറ്റൂ, അവനെ കൊണ്ടുവരൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതി പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾക്കാർക്കും കൊണ്ടുവരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഒരമ്മ എന്ന നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും. സിദ്ധു അവൻ്റെ അച്ഛനാണ്, ദേവിക ഭാര്യയുമാണ്. എന്നിട്ടും നിങ്ങളുടെ കടമകൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് നോക്കിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ പത്രസമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. ഇതേസമയം പ്രകാശനാണ് നന്ദനോട് വളരെ സ്നേഹത്തിലൊക്കെയാണ് പെരുമാറുന്നത്. ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ എന്താണ് കഴിക്കാത്തത്? എനിക്ക് ഇത്രയും സ്നേഹമുള്ളത് കൊണ്ടല്ലേ. നീ ഇപ്പോൾ പുറത്തു പോയാൽ നിനക്ക് അപകടമായിരിക്കും, നിന്നെ അങ്ങനെ വലിയൊരു കെണിയിലേക്ക് പറഞ്ഞു വിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു രക്ഷകന്റെ വേഷമൊക്കെ എടുത്തണിഞ്ഞിരിക്കുകയാണ് പ്രകാശൻ. പക്ഷേ വലിയൊരു ദുരൂഹത തന്നെ പ്രകാശന്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രകാശൻ നന്ദന്റെ കൂടെ കൂടിയിരിക്കുന്നത്, അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നന്ദനെ രക്ഷിക്കാനല്ല, മറിച്ച് ഇതിന് പിന്നിൽ ഒരു വലിയൊരു കൊട്ടേഷനും വലിയൊരു ചതിയും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. നന്ദൻ ആദ്യമൊന്നും ഇത് മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ നന്ദനും ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് നന്ദൻ തന്നെ തിരിച്ചറിയുന്നു. പിന്നീട് അരുന്ധതിയാണെങ്കിൽ ഇസബെല്ലയുടെ വീട്ടിലെത്തുന്നു. എന്നിട്ട് ഇസബെല്ലയും കെവിനും ചേർന്ന് തന്നെയാണ് ഋഷിയെ മാറ്റിയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും അരുന്ധതി കുറ്റമാരോപണം നടത്തുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഋഷിയെ മാറ്റിയിരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ തന്നെ വെറും ഒരു സീൻ ഉണ്ടാക്കുകയാണ് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ എന്നെല്ലാം ഐസക്ക് പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്നും ഋഷിയെ ഞാനല്ല മാറ്റിയിരിക്കുന്നത്, അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള തെളിവ് തൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഋഷിക്ക് ദുബായിലേക്ക് പോകാനായിട്ട് എടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം അരുന്ധതി അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ ഋഷിയെ കൊണ്ടുപോയിരിക്കുന്നത്, ഋഷിയുടെ തിരോധാനത്തിന് പിന്നിൽ തങ്ങൾക്ക് ആർക്കും അറിവില്ലാത്ത നാലാമതൊരാൾ ഉണ്ടെന്ന് തന്നെ അവർ ആ ഒരു കാര്യത്തോട് തന്നെ ഉറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അരുന്ധതിക്കും മനസ്സിലാവുന്നുണ്ട് ഋഷിയെ കൊണ്ടുപോയിരിക്കുന്നത് ഇസബെല്ലയും കെവിനും ഒന്നുമല്ല, അവർക്കും അതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം അരുന്ധതിക്കും മനസ്സിലാകുന്നു. പിന്നീട് പ്രഭാവതിയാണെങ്കിൽ താൻ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതായത് തൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണെന്നും അവനിപ്പോൾ എവിടെയാണെന്ന് ഒരറിവുമില്ല, അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല എന്നും അവനെ കാണാതെ ഹൃദയം പൊട്ടിക്കഴിയുന്ന ഒരമ്മയാണ് താനെന്നും തൻ്റെ വിഷമം എല്ലാവരും മനസ്സിലാക്കണമെന്നും അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവർ ദയവായിട്ട് അറിയിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനത്തിൽ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ പ്രഭാവതി. ഏതായാലും
പ്രഭാവതിയുടെ ആ പത്രസമ്മേളനം ഫലം കാണുന്നുണ്ട്. അതായത് നന്ദൻ എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു സൂചന തെളിവ് സഹിതം തന്നെ ദേവികയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്